ഹലോ, ഇന്ന് പ്രതീക്ഷിക്കാതെ അനിയത്തിയുടെ വീട്ടിൽ പോയൊരു വ്ളോഗാട്ടോ. അനിയത്തിയുടെ കുഞ്ഞിൻ്റെ പിറന്നാൾ കഴിഞ്ഞ ഫെബ്രുവരി 23 കഴിഞ്ഞു. അപ്പോൾ ഓൻ്റെ പിറന്നാളിന് നമ്മൾ വൈകുന്നേരം ചട്ടിയും കാലെല്ലാം പഠിക്കാനാകുന്ന സമയത്താണ് പോയത് കേട്ടോ. അപ്പോൾ അതാ ഇങ്കുരു ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഓളെ വീട്ടിലേക്ക് പോകാൻ കുറേ സമയം തന്നെ കുറേ സമയം വേണം കേട്ടോ. കുറേ മണിക്കൂർ, 1 മണിക്കൂറെല്ലാം വേണം. അതായത് നമ്മൾ അവിടെ എത്തി ഇതാ അവളെ വീട്ടിലേക്ക് പോകുന്നു. കുറേ കാട്ടിൻ്റെ അല്ല കേട്ടോ, നല്ല വലിയ വളപ്പിൻ്റെ നടുക്കാണ് അവളെ വീട്. പിന്നെ അപ്പോൾ അതാ പുറത്തെല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആറാട് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ണൻകുഞ്ഞിയും ഈ കണ്ണൻകുഞ്ഞിൻ്റെ പിറന്നാൾ കേട്ടോ. അപ്പോൾ അതാ ഓളെ വീടിൻ്റെ ആ ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. വരാന്തയിൽ തന്നെ ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്ന പാടന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ ബിരിയാണിയാണ് ഉണ്ടായത്. നെയ്ച്ചോറാണ് ഉണ്ടായത്. നെയ്ച്ചോറ് നല്ല നാടൻ ചിക്കൻ കറിയും. നാടൻ ചിക്കൻ കറി പറയുമ്പോൾ ഓളെ വീട്ടിൽ കുറേ കോഴിയുണ്ട്. അപ്പോൾ ആ കോഴിനെ തന്നെ കൊന്നേന്ന് തോന്നുന്നു. അങ്ങനെ നാടൻ ചിക്കൻ കറി. പിന്നെ ഓളെ വീട്ടിൽ ബൊഗൻവില്ല ഉണ്ട് കേട്ടോ. ബൊഗൻവില്ല കുറേ 2-3 സൈസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വെള്ളം നല്ലോണം പൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പിള്ളേരെല്ലാം വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വെച്ചു. പക്ഷേ ആ പിള്ളേരായ തെണ്ടികളൊന്നും നിൽക്കുന്നുണ്ടായിട്ടാ. അതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടാട്ടോ. ഇങ്ങനെയുള്ളൊരു കുപ്പായ ഇട്ടിട്ടാട്ടോ ഞാൻ വന്നത്. ഇങ്ങനെ പ്രാന്തത്തിനാണ് വന്നത്. കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് ഐലൈനറും മാത്രം ഇട്ടിന്. വേറെ ഒന്നും തൊട്ടിട്ട് പൗഡർ വരെ ഇട്ടിട്ടാട്ടോ. എന്നെ കണ്ടാൽ തോന്നുന്നില്ലേ പൗഡർ ഇട്ടിട്ടാണ്. അങ്ങനെയാണ് ഞാൻ വന്നത്. അപ്പോൾ അതാ ഞാനും കുക്കും വീഡിയോയിൽ എടുക്കുന്നുണ്ട്. ഇനിയാണ് എൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ കുക്കുവിൻ്റെ വീട്ടിൽ കുറേ പഴങ്ങളും പച്ചക്കറികളും കുറേ എന്തെല്ലോ സാധനം ഉണ്ടല്ലോ. ഒട്ടലോടാക്ക് സാധനങ്ങളെല്ലാം കുക്കുവിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ടാസ്ക് പറഞ്ഞാൽ കരിയാമ്പല വരയ്ക്കുന്നതാണ്. കരിയാമ്പലൊക്കെ ഞാൻ മുമ്പേ നോട്ട് വിട്ടിന്. അവിടെ കാട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരിയാമ്പല വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവരും പിന്നെ സ്വന്തം വീട്ടിൽ നിന്നെല്ലായിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയ വീട്ടിൽ നിന്നല്ല, അമ്മയുടെ വീട്ടിൽ നിന്നായിരിക്കും കൊണ്ടുപോകുന്നത്, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എല്ലാവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോകും. അതാണ് ഞാൻ. അപ്പോൾ ആവശ്യത്തിന് വേണ്ട കരിയാമ്പലെല്ലാം പറിച്ചിട്ട് ഒരു കൊട്ടയിലെല്ലാം ഇട്ടിട്ട് നമ്മൾ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവച്ചു. എന്തെല്ലോ സാധനം ഉണ്ട് കേട്ടോ. തേങ്ങയിലും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പോകുമ്പോൾ എന്തായാലും ഓളെ വീട്ടിൽ നിന്ന് കുറേ തേങ്ങ എല്ലാം കൊണ്ടുവരും. എന്തായാലും കൊണ്ടുപോകും വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ആടുന്നെല്ലാം വിട്ടു. എന്നിട്ട് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്. അപ്പോൾ എൻ്റെ അമ്മൂമ്മ, എൻ്റെ മാമൻ, എൻ്റെ അമ്മായി എല്ലാവരും ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തോട്ടോ. ഇതാണ് കേട്ടോ ഉണ്ണി. അപ്പോൾ ഉണ്ണി എല്ലാവരും ഉണ്ട്. അപ്പോൾ ചെക്കൻ നമ്മളെ കുഞ്ഞുവാവ ആ വീട്ടിൽ നിന്ന് വരുന്നേ ഉണ്ടായിട്ടാട്ടോ. അമ്മൂമ്മയൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായി ആ ചവിട്ടിയിൽ. അപ്പോൾ ഇതാട്ടോ ഞാൻ ജനിച്ച് വളർന്നത്. ഞാൻ ഇവിടെയാണ് ജനിച്ച് വളർന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് എൻ്റെ സ്വന്തം വീടുള്ളത്. അപ്പോൾ മാമനുണ്ട്, അമ്മായി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.